ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് വീഡിയോ വന്നിട്ട് ടൈം മൈ ലൈഫാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം. ഇന്ന് രാവിലെ തന്നെ ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ചേരി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. മുറ്റത്താണെങ്കിൽ നല്ലപോലെ പൊടിയും വെയിലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് അകമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടു കേട്ടോ. പുറത്ത് പെട്ടെന്ന് തന്നെ വെയിലിങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് നല്ലപോലെ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അകവും എല്ലാ ഭാഗവും ഒന്ന് അടിച്ചാരി എടുക്കുന്നത്. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റി അതിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. 2 ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അകത്ത് നല്ല പോലെ പൊടിയുണ്ട്. അതേപോലെ കുറച്ച് ചുമലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മക്കൾ എന്തെങ്കിലും കളിച്ചിട്ട് അങ്ങനെയൊക്കെ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇനിയിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നോക്കും വേണ്ട. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നു. അപ്പോൾ ബാക്കി വന്ന ഉപ്പുമാവിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറേ സ്ഥലമെനക്കെടും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ തന്നെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ആയാൽ തന്നെ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ഇനി വിചാരിച്ചു ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒന്ന് ചെയ്തേക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മത്തൻ കറിയും ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. മത്തൻ്റെ തൊലിയും കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കൈക്ക് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ ആ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള മത്തനെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മത്തൻ മാത്രമാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്, വേറൊന്നും ഇതിലേക്ക് കൂട്ടുന്നില്ല. അപ്പോൾ മത്തൻ കറിയും ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് വെച്ചാൽ നമുക്ക് പിന്നെ കുക്കിങ് നമ്മളെ പണികൾ അങ്ങോട്ട് തീർന്നിട്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കിങ് എളുപ്പത്തിൽ അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ബീട്രൂട്ടാണെങ്കിൽ ഇതുപോലെയുള്ള ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് മൂടി വെച്ച് അതുപോലെ കട്ട് ചെയ്തിട്ടുള്ള മത്തനും മൂടി വെച്ചിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ പണി കഴിഞ്ഞാലും നമ്മൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ തന്നെ നമുക്ക് നല്ലൊരു നീറ്റ്നെസ് തോന്നും കേട്ടോ. ബാക്കിയുള്ള പണിയെടുക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാടൻ മാങ്ങയാണ്, നല്ലപോലെ പഴുത്തിട്ടുണ്ട്. കുറച്ച് പുളിയുണ്ട് കേട്ടോ ഞാൻ കഴിച്ച് നോക്കിയപ്പം. അത് കഴിഞ്ഞതിന് ശേഷം അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് തോരയിടുന്നുണ്ട്. 2-3 ദിവസം മുന്നേ അലക്കിയിട്ടിട്ടുള്ള ബ്ലാങ്കറ്റാണ് കേട്ടോ. ഇതാണെങ്കിൽ ഉണങ്ങി കിട്ടാൻ കുറച്ച് പണിയാണ്. എത്ര വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്നും കൂടി വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തോരയിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്തേക്ക് വന്നിട്ട് ചോറിനുള്ള വെള്ളം നല്ല പോലെ കാഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. ആ ഒരു ടൈമിലാണ് അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി വിചാരിച്ചു മത്തനൊന്ന് കൂക്കിച്ചെടുക്കട്ടെ കുക്കറിലിട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ചീന്തിയിട്ടിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള മത്തനും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ അടിച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം വെക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. രാവിലത്തെ ചായ ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് വെക്കാറുള്ളത്. അതേപോലെ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുന്നത് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും അരി. അങ്ങനെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പാല് തിളപ്പിക്കുക, കോഴിമുട്ട പുഴുങ്ങുക, അതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുന്നതാണല്ലോ. അതുമാത്രം അങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളം ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈസി കുക്കിന് വല്ലാതെ കറണ്ട് ബില്ലാവുക അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള ചോറ് നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഞാനതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ചെറി വരുന്ന സമയത്ത് കുറച്ച് പൊറാട്ടയും അതുപോലെ ചിക്കൻ പാർട്സും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചായക്ക് കൂട്ടി കഴിച്ചു. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തൻ നല്ലപോലെ വെന്തപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. കറി അങ്ങോട്ട് സെറ്റായി ചോറും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം. അങ്ങനെ പാൻ ചൂടായപ്പം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുക് കറിവേപ്പില ചേർത്ത് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ട് അതിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ഉപ്പേരിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീൻ ഈ അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തണ്ടോട് കൂടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും ആ ഒരു സ്മെല്ലും അതേപോലെ മീൻ അടി പിടിക്കാതെ കിട്ടും ചെയ്യും. അങ്ങനെ ഇതാ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ കോരമീനാണ് കേട്ടോ, പുതിയാപ്പിളക്കോര. അത് നല്ലപോലെ മസാലയൊക്കെ തേച്ച് നമ്മൾ ഓരോ ഭാഗം ഒന്ന് ഒരുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചത്തെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോറിലേക്ക് മത്തൻ കറിയും അതുപോലെ ഉപ്പേരി പിന്നെ മീൻ ഫ്രൈയും കഴിച്ചു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീനുവിനെ കൊണ്ടുവരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇഷുവിനെയും കൂട്ടിയിട്ട് നമ്മൾ അങ്കലവാടി പോയിട്ടോ. അങ്കലവാടിയിൽ നിന്ന് വരുന്ന ടൈമിലുള്ള ഒരു പാടും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇവിടുന്ന് സംഭവം നല്ല നോക്കി നിൽക്കാൻ നല്ല രസമാണ്. പാടത്തിനപ്പുറം ഒരു എന്താ പറയുക റോഡും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ. അങ്ങനെ നീനുവിനെ അങ്കലവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളെല്ലാവരും മാറ്റി ഒരുങ്ങിയിട്ട് നേരെ പോകുന്നത് സൽക്കാരത്തിനാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞതാണല്ലോ, അപ്പോൾ സൽക്കാരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് ചെറീൻ്റെ കൂടെ ഞങ്ങളെ വണ്ടിമേൽ നമ്മൾ പോവായിരുന്നു കേട്ടോ. ഇപ്പം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ദൂരം 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ പോയിട്ടുള്ളത് 8:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ളത് പിസ്തയാണ്. അങ്ങനെ പിസ്ത വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ പെണ്ണിൻ്റെ വീടൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് ഡ്രസ്സ് കൊണ്ടെടുക്കാൻ പോയപ്പം മൊത്തത്തിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പെണ്ണിൻ്റെ വീടൊക്കെ കണ്ടു. അപ്പോഴേക്കും ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡ് എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്കും ഫുഡ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നു 2-3 തരമായി പുഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് പുഡിങ്ങും ഐസ്ക്രീമും ഒക്കെ എടുത്തു കൊടുത്തു. ഞാനും കൂടെ തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ ശരിക്കും ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നേരെ നമ്മളെ നാട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. പോരുന്ന വഴിക്കൊക്കെ മക്കൾ നല്ലപോലെ ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എളമരം പാലത്തിൽ അവിടെ എത്തിയപ്പം അവിടുന്ന് തട്ടുകടയിൽ നിന്ന് നമ്മൾ നല്ല നാരങ്ങ സോഡ കുടിച്ചു കേട്ടോ. അപ്പോഴേക്കും നൈനുവിൻ്റെ ഉറക്കം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. നാരങ്ങ സോഡയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പൈസയും ബില്ല് ചെയ്ത് നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.